ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ ദിവസമായിരുന്നു റയാൻ വില്യംസുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നത്. അതായത് അദ്ദേഹത്തിന് ഇന്ത്യൻ പൗരത്വം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ അദ്ദേഹത്തിന് കഴിയും. വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ ടീമിന്റെ ക്യാമ്പിൽ ഉണ്ടാകും എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എല്ലാവരും കരുതിയിരുന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഇതിന് വഴി ഒരുക്കിയത് എന്നാണ്. അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഇതിലെ നിജസ്ഥിതി ഇപ്പോൾ ആശിഷ് നേഗി പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ ക്രെഡിറ്റ് നമ്മൾ ഫെഡറേഷന് കൊടുക്കേണ്ടതില്ല എന്നാണ് ഇദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അതായത് റയാൻ വില്യംസ് സ്വയം എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇന്ത്യക്ക് വേണ്ടി കളിക്കാനുള്ള യോഗ്യത അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. അല്ലാതെ ഫെഡറേഷൻ ഇതിന് യാതൊരുവിധ സഹായങ്ങളും ചെയ്തിട്ടില്ല എന്നാണ് ആശിഷ് നേഗി കണ്ടെത്തിയിട്ടുള്ളത്. ഒരുപാട് കാലമായി അദ്ദേഹം ഇന്ത്യൻ പാസ്പോർട്ടിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു. ഇദ്ദേഹത്തിന്റെ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് ഉപേക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ പൗരത്വം നേടിയെടുത്തിട്ടുള്ളത്. അതായത് ഇപ്പോഴും PIO അതുപോലെ തന്നെ OCI താരങ്ങളെ കളിപ്പിക്കാനുള്ള അനുമതി നമുക്ക് ലഭിച്ചിട്ടില്ല എന്നർത്ഥം. നിലവിലെ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ പൗരത്വം എടുത്താൽ മാത്രമാണ് ഫുട്ബോൾ താരങ്ങൾക്ക് ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാൻ സാധിക്കുകയുള്ളൂ. റയാൻ വില്യംസിനെ ഇക്കാര്യത്തിൽ സഹായിച്ചത് KSAയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുമാണ്. പോലീസ് വെരിഫിക്കേഷൻ ഇങ്ങനെയാണ് പൂർത്തിയായിട്ടുള്ളത്. കൂടാതെ ബംഗളൂരു FCയുടെ ഉടമസ്ഥരായ JSW ആണ് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ളത്. അങ്ങനെ ഡൽഹിയിലെ മന്ത്രിതലത്തിൽ ഇവർ സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ടാണ് വളരെ വേഗത്തിൽ ഇദ്ദേഹത്തിന് ഇന്ത്യൻ പാസ്പോർട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അല്ലാതെ ഫെഡറേഷൻ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ ബംഗളൂരു FCക്ക് അനുകൂലമായ ഒരു ഘടകം കൂടി സംഭവിച്ചിട്ടുണ്ട്. അതായത് റയാൻ വില്യംസ് ഇപ്പോൾ ഇന്ത്യൻ താരമാണ്. ഇതുവരെ വിദേശ കോട്ടയിലായിരുന്നു അദ്ദേഹം ബംഗളൂരു FCക്ക് വേണ്ടി കളിച്ചിരുന്നത്. ഇപ്പോൾ അവിടെ ഒഴിവ് വരികയാണ്. കാരണം അദ്ദേഹം ഇന്ത്യൻ താരമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ സ്പോട്ടിലേക്ക് ഒരു വിദേശ താരത്തെ കൊണ്ടുവരാനുള്ള അവസരം ഇപ്പോൾ ബംഗളൂരു FCക്ക് ലഭിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും അവർക്ക് അനുകൂലമായ ഒരു ഘടകമാണ്. ഏതായാലും മികച്ച ഒരു താരത്തെ തന്നെയാണ് ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ത്യക്ക് ഗുണകരമാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.